നമസ്കാരം. പോയ വാരത്തിലെ പ്രധാന വാർത്തകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് എൻഫോ ന്യൂസ് ഒരുക്കുന്ന ആഴ്ചവട്ടം എന്ന വാർത്താധിഷ്ഠിത പരിപാടിയിലേക്ക് സ്വാഗതം. ഞാൻ സ്നേഹ വിപിൻ. തൃശൂരിൽ മലധാരത്തിൽ ഒളിപ്പിച്ചു കടത്തിയ 20 ഗ്രാം MDMA-യുമായി യുവാവ് എക്സൈസ് പിടിയിൽ. ആലുവ സ്വദേശി റിച്ചു ആണ് പിടിയിലായത്. യുവാവിനെ ആശുപത്രിയിലെത്തിച്ച് ഡോക്ടറുടെ സഹായത്തോടെയാണ് മയക്കുമരുന്ന് പുറത്തെടുത്തത്. തൃശൂർ റേഞ്ച് എക്സൈസ് സംഘമാണ് MDMA പിടികൂടിയത്. ബാംഗ്ലൂരിൽ നിന്നും ട്രെയിൻ മാർഗം തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് പിടിയിലായത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ആദ്യഘട്ടത്തിൽ യുവാവിനെ പരിശോധിച്ചപ്പോൾ MDMA കണ്ടെത്തിയില്ല. പിന്നീട് ഇയാളെ തൃശൂർ ജില്ലാ ജനറൽ ആശുപത്രിയിലെത്തിച്ച് നടത്തിയ സ്കാനിംഗിലാണ് മയക്കുമരുന്ന് കണ്ടെത്തിയത്. തുടർന്ന് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി സർജന്റെ സഹായത്തോടെയാണ് മയക്കുമരുന്ന് പുറത്തെടുത്തത്. ഇയാൾ നേരത്തെയും മയക്കുമരുന്ന് കടത്തിയിട്ടുള്ള ആളാണെന്ന് എക്സൈസ് അറിയിച്ചു. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി ഇടപാടുകാരനെ കാത്തുനിൽക്കുന്നതിനിടെയാണ് ഇയാളെ പിടികൂടിയത്. ഇയാളുടെ ഫോൺ രേഖകൾ ഉൾപ്പെടെ എക്സൈസ് സംഘം പരിശോധിക്കും. ബാംഗ്ലൂരിൽ എവിടെ നിന്നാണ് മയക്കുമരുന്ന് ലഭിച്ചതെന്നും തൃശൂരിൽ മയക്കുമരുന്ന് കൈമാറാൻ ആരെയാണ് കാത്തുനിന്നത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എക്സൈസ് അന്വേഷിക്കും. മുരിങ്ങൂരിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്നതിന് സമീപത്തായി ദേശീയപാതയിൽ മണ്ണിടിഞ്ഞു. മുരിങ്ങൂരിൽ നിന്ന് കൊരട്ടിക്ക് പോകുന്ന ഭാഗത്തുള്ള ലക്ഷ്മി നരസിംഹമൂർത്തി ക്ഷേത്രത്തിന് മുൻവശമാണ് മണ്ണിടിഞ്ഞ് റോഡ് തകർന്നത്. സൈഡ് ഭിത്തിക്കായി കുഴിയെടുത്ത ഭാഗത്താണ് ഇന്ന് രാവിലെ 7 മണിയോടെ ഏകദേശം 10 അടിയോളം മണ്ണിടിഞ്ഞ് റോഡ് താഴേക്ക് പോയത്. ഇതോടെ ദേശീയപാതയിൽ ഗതാഗതം ഒറ്റവരിയായി. റോഡിനരികിലായുള്ള കാനയുടെ കോൺക്രീറ്റ് സ്ലാബിന് മുകളിലൂടെയാണ് ഭാരവാഹനങ്ങൾ ഉൾപ്പെടെ നിലവിൽ പോകുന്നത്. പ്രദേശത്ത് ഇന്ന് വെളുപ്പിന് പെയ്ത ശക്തമായ മഴയാണ് മണ്ണിടിച്ചിലിന് കാരണമെന്നാണ് അധികൃതർ പറയുന്നത്. സംഭവം നടക്കുന്ന സമയത്ത് റോഡിൽ വാഹനങ്ങൾ ഇല്ലാഞ്ഞതിനാൽ അപകടമൊഴിവായി. മാർ ജേക്കബ് തുങ്കുഴിക്ക് വിട നൽകി സാംസ്കാരിക നഗരി. ലൂർദ് കത്തീഡ്രലിൽ നടന്ന ശുശ്രൂഷകളിലും പൊതുദർശനത്തിലും 100 കണക്കിന് ആളുകൾ പങ്കുചേർന്നു. ഒടുവിൽ കർമ്മഭൂമി കാരുണ്യപിതാവിന് കണ്ണീർ യാത്ര മൊഴിയേകി. പാലായിൽ ജനിച്ച് മലബാറിലേക്ക് കുടിയേറി തൃശൂരിന്റെ സ്വന്തമായി മാറിയ ഇടയശ്രേഷ്ഠനെ അവസാനമായി ഒരു നോക്കു കാണാൻ ലൂർദ് കത്തീഡ്രലിലേക്ക് ജനസാഗരമൊഴുകി. ഞായറാഴ്ച വൈകിട്ട് ലൂർദ് പള്ളിയിലെത്തിച്ച ഭൗതികദേഹത്തിൽ സ്നേഹാദരവുകളുടെ പട്ടുനൂലിഴകളാൽ തീർത്ത വസ്ത്രങ്ങൾ കൊണ്ടായിരുന്നു അന്തിമോപചാരം. ലൂർദ് പള്ളിയിലെ കബറടക്ക ശുശ്രൂഷയുടെ 2ാം ഘട്ടത്തിന് മാർ ജോർജ് ആലഞ്ചേരി കാർമ്മികത്വം വഹിച്ചു. മാർ ആൻഡ്രൂസ് താഴത്ത് തുങ്കൂഴി പിതാവിനെ അനുസ്മരിച്ചു. തുടർന്ന് മാർ റാഫേൽ തട്ടിൽ അർപ്പിച്ച ദിവ്യബലിയുടെ 3ാം ഘട്ട ശുശ്രൂഷകളും പൂർത്തിയാക്കി. 27ഓളം ബിഷപ്പുമാർ ശുശ്രൂഷകളിൽ പങ്കെടുത്തു. ചടങ്ങുകൾക്ക് ശേഷം സംസ്ഥാന സർക്കാർ ഔദ്യോഗിക ബഹുമതികൾ അർപ്പിച്ചു. തുടർന്നാണ് ഭൗതികദേഹം കോഴിക്കോട്ടേക്ക് കൊണ്ടുപോയത്. ഇരിങ്ങാലക്കുട മാർക്കറ്റിൽ പച്ചക്കറി വ്യവസായി ഉൾപ്പെടെ 3 പേരെ കടിച്ച തെരുവു നായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. ലോട്ടറി കച്ചവടം നടത്തുന്ന കോടാലി സ്വദേശി വാസുപുരത്ത് സണ്ണി എന്നയാളെയാണ് ആക്രമണകാരിയായ നായ ആദ്യം കടിച്ചത്. പിന്നീട് പച്ചക്കറി വിൽപ്പന നടത്തുന്ന ചന്തപുരി ചാതേലി ഔസേബ്, ഇയാളുടെ സഹായി ലിജോ എന്നിവരെയും നായ ആക്രമിക്കുകയായിരുന്നു. പരിക്കേറ്റ ലോട്ടറി വിൽപ്പനക്കാരനെ ചാലക്കുടി ആശുപത്രിയിലും മറ്റുള്ളവരെ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിലും ചികിത്സ തേടി. പേവിഷബാധ പ്രതിരോധ വാക്സിൻ കുത്തിവെപ്പിച്ചു. നാട്ടുകാർ പിടികൂടിയ നായയെ പിന്നീട് ചത്ത നിലയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് മണ്ണുത്തി വെറ്റിനറി ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് അയച്ചിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴാണ് നായയ്ക്ക് പേവിഷബാധ ഉണ്ടായിരുന്നെന്ന് സ്ഥിരീകരണമായത്. കൈക്കൂലി വാങ്ങുന്നതിനിടെ അസിസ്റ്റന്റ് ലേബർ ഓഫീസർ വിജിലൻസിന്റെ പിടിയിൽ. ചാവക്കാട് അസിസ്റ്റന്റ് ലേബർ ഓഫീസറായിരുന്ന ഇയാൾ നിലവിൽ എറണാകുളം ജില്ലാ ലേബർ ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്.
ഗുരുവായൂരിലെ റെസ്റ്റോറന്റിൽ താൽക്കാലിക ജീവനക്കാരുടെ എണ്ണം കൂടുതലാണെന്നും നടപടിയെടുക്കാതിരിക്കാൻ 5000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് പിടിയിലായത്. ഓഗസ്റ്റ് 30-നാണ് റെസ്റ്റോറന്റിൽ പരിശോധനയ്ക്കായി എത്തുന്നത്. തുടർന്ന് സെപ്റ്റംബർ 16-ന് റെസ്റ്റോറന്റ് മാനേജറിൽ നിന്നും 5000 രൂപ ഓഫീസിൽ വെച്ച് കൈക്കൂലി വാങ്ങിയിരുന്നു. സെപ്റ്റംബർ 17-ന് ഇയാൾക്ക് എറണാകുളത്തേക്ക് സ്ഥലം മാറ്റം ലഭിച്ചിരുന്നു. ഈ വിവരം മറച്ചുവെച്ച് വീണ്ടും 5000 രൂപ കൂടി വേണമെന്ന് ആവശ്യപ്പെടുകയും പണം വാങ്ങാൻ ഇന്ന് ചാവക്കാട് എത്തിയപ്പോഴാണ് പിടിയിലായത്. എറണാകുളം ലേബർ ഓഫീസിലേക്ക് സ്ഥലം മാറിപ്പോയ വിവരം റെസ്റ്റോറന്റ് ഉടമയോട് മറച്ചുവെച്ചാണ് ഇയാൾ വീണ്ടും 5000 രൂപ വാങ്ങാനെത്തിയത്. റെസ്റ്റോറന്റ് ഉടമ പണം കൈമാറുന്ന വിവരം തൃശൂർ വിജിലൻസ് ഡിവൈഎസ്പിയെ അറിയിക്കുകയായിരുന്നു. പണം വാങ്ങുന്നതിനിടെ വിജിലൻസ് കൈയോടെ പിടികൂടുകയായിരുന്നു. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഉദ്ഘാടനത്തിനായി ഒരുങ്ങുന്നു. അടുത്ത മാസം 28-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. കടമ്പകൾ ഏറെ കടന്ന് 3 പതിറ്റാണ്ട് നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്ക് തുറക്കുന്നത്. കേരളത്തിന്റെ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ പ്രതീക്ഷകളും ഏറെ. മൃഗങ്ങളെ സ്വാഭാവിക പരിസരങ്ങളിൽ കാണാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഈ രീതിയിലുള്ള ഏഷ്യയിലെ തന്നെ മികച്ച മൃഗശാലയാണ് പുത്തൂരിൽ ഒരുങ്ങിയിരിക്കുന്നത്. മുൻ വർഷങ്ങളിൽ ലഭ്യമായ സംസ്ഥാന ബഡ്ജറ്റ് വിഹിതത്തിന് പുറമെ കിഫ്ബിയിൽ നിന്ന് 331 കോടി രൂപയും ഉപയോഗിച്ചാണ് പാർക്ക് പൂർത്തിയായത്. പുത്തൂർ പഞ്ചായത്തിലെ കുരിശുമൂലയിൽ വനം വകുപ്പിന്റെ 336 ഏക്കർ റിസർവ് വനമേഖലയാണ് പാർക്കിന് ഉപയോഗിച്ചത്. എല്ലാ ഭൂഖണ്ഡങ്ങളിലെയും മൃഗങ്ങളെ വീഡിയോയിൽ കാണാൻ കഴിയുന്ന ഹോളോഗ്രാം വെർച്വൽ പാർക്കിന്റെ നിർമ്മാണം ഉടനെ ആരംഭിക്കും. ഒക്ടോബർ 28-ന് ഉദ്ഘാടനം കഴിഞ്ഞാൽ പിറ്റേന്ന് മുതൽ പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രവേശനം അനുവദിക്കും. ഇമെയിൽ രജിസ്ട്രേഷൻ വഴിയായിരിക്കും ഇത്. ആദ്യം സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കാണ് പരിഗണന. ജനപ്രതിനിധികൾ, മാധ്യമപ്രവർത്തകർ, സാമൂഹ്യ സംഘടനാ പ്രതിനിധികൾ എന്നിവർക്ക് ആദ്യ 2 മാസം മുൻഗണനയുണ്ട്. ആളുകളെ പ്രവേശിപ്പിക്കുന്നതിനും മറ്റും ജീവനക്കാർക്ക് പരിശീലനം നൽകും. തുടക്കത്തിൽ 500 പേരെ വീതമാണ് അനുവദിക്കുക. അടുത്ത ദിവസങ്ങളിൽ എണ്ണം ഇരട്ടിയാക്കും. KSRTCയുടെ ഇലക്ട്രിക് ബസ് സേവനം സന്ദർശകർക്ക് ലഭിക്കും. ജനുവരി മുതൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം നൽകി തുടങ്ങുന്ന രീതിയിൽ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കും. വാൽപ്പാറയിൽ കരടിയുടെ ആക്രമണത്തിൽ നിന്നും തൊഴിലാളികൾ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. കയ്യിലുണ്ടായിരുന്ന കുട ഉപയോഗിച്ച് തൊഴിലാളികൾ പ്രതിരോധിച്ചു. ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. സമീപത്തെ എസ്റ്റേറ്റിലെ വീട്ടിലും കരടിയെത്തി. ബഹളം വച്ചതിനെ തുടർന്ന് കരടി ഓടിപ്പോയി. ഇന്നലെ പുലർച്ചെയാണ് സംഭവം. ഇയൽപ്പാടി എസ്റ്റേറ്റിലെ ഡാനിയേലിന്റെ വീട്ടുവരാന്തയിലും കരടിയെത്തി. ശബ്ദം കേട്ട് ഭയന്ന വീട്ടുകാർ CCTV നോക്കിയപ്പോഴാണ് കരടിയെ കണ്ടത്. തുടർന്ന് ജനലിലൂടെ ബഹളം വെച്ച് കരടിയെ ഓടിച്ചു. ഈ മേഖലയിൽ സ്ഥിരമായി എത്തുന്ന കരടിയെ പിടികൂടണമെന്ന ആവശ്യം ശക്തമാണ്. പാലിയേക്കരയിലെ ടോൾ വിലക്ക് തുടരും. സുപ്രധാന തീരുമാനവുമായി ഹൈക്കോടതി. മുരിങ്ങൂരിൽ സർവീസ് റോഡ് തകർന്നതുപോലെ പലയിടത്തും സാധ്യതയുണ്ടെന്നാണ് കളക്ടറുടെ റിപ്പോർട്ടിൽ പറയുന്നത്. തുടർന്ന് ഹർജി പരിഗണിച്ച കോടതി പിരിവ് തൽക്കാലം പുനരാരംഭിക്കേണ്ടതില്ല എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഹർജി ഈ മാസം 30-ന് വീണ്ടും പരിഗണിക്കും. ഗതാഗതക്കുരുക്ക് രൂക്ഷമായതിനെ തുടർന്ന് 1 മാസം മുൻപാണ് പാലിയേക്കരയിലെ ടോൾ പിരിവ് കോടതി താൽക്കാലികമായി തടഞ്ഞത്. ജനവികാരത്തിനൊപ്പമാണ് കോടതിയെന്ന് പാലിയേക്കരയിലെ പരാതിക്കാരിൽ ഒരാളായ ഷാജി കോടംകണ്ടത്തിൽ പ്രതികരിച്ചു. ടോൾ പുനഃസ്ഥാപിച്ചാൽ 50% മാത്രം ഈടാക്കാനേ അനുവാദം നൽകാവൂ എന്ന് കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ടെന്നും പരാതിക്കാരൻ പറഞ്ഞു. ടോൾ പിരിവ് പുനരാരംഭിക്കാൻ ദേശീയപാത അതോറിറ്റി സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും അനുകൂല ഉത്തരവുണ്ടായില്ല. സർവീസ് റോഡുകളിലടക്കം അറ്റകുറ്റപ്പണി അവസാന ഘട്ടത്തിലാണെന്ന് തൃശൂർ ജില്ലാ കളക്ടർ കഴിഞ്ഞ ദിവസം കോടതിയെ അറിയിച്ചിരുന്നു. നിയമം തെറ്റിച്ചു വന്ന പോലീസ് ജീപ്പ് ഉണ്ടാക്കിയ ഗതാഗതക്കുരുക്കിന് എതിർദിശയിൽ വന്ന ബസിന് പിഴ ചുമത്തിയതായി പരാതി. ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് മൂലം ഒറ്റവരിയായാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. നിയമം തെറ്റിച്ചുവന്ന ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിലെ ജീപ്പ് ഗതാഗതക്കുരുക്ക് ഉണ്ടാക്കുകയായിരുന്നു. എന്നാൽ ശരിയായ ദിശയിൽ വന്ന ബസിന് പിഴ ഈടാക്കിയതായാണ് ആരോപണം. ഈ സമയം തൃശൂർക്ക് പോവുകയായിരുന്ന അലീനാസ് ബസിനാണ് പിഴ ഈടാക്കിയത്. ബസിലെ ക്യാമറയിൽ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെ പരാതി നൽകുമെന്ന് ബസ് ജീവനക്കാർ പറഞ്ഞു. എന്നാൽ അടിയന്തര സേവനങ്ങൾക്കുള്ള വാഹനങ്ങളായ ആംബുലൻസ്, ഫയർഫോഴ്സ്,
പോലീസ് വാഹനത്തിനും 1989 റൂൾസ് ഓഫ് റോഡ് റെഗുലേഷൻ നിയമം, 2017 മോട്ടോർ ഡ്രൈവിംഗ് റെഗുലേഷൻ നിയമത്തിലെ റൂൾ നമ്പർ 27 എന്നിവ പ്രകാരം റോഡിൽ മുൻഗണന നൽകേണ്ടത് നിയമപരമായി ഡ്രൈവർമാരുടെ ഉത്തരവാദിത്തമാണ്. ഈ വാഹനങ്ങൾ പോകുമ്പോൾ വഴിമാറി നൽകേണ്ടത് ഓരോ പൌരന്റെയും കടമയാണെന്ന് പോലീസ് പറയുന്നു. അലീനാസ് ബസിന് 38 നിയമലംഘനങ്ങൾക്കായുള്ള പെറ്റി കേസുകളുണ്ടെന്നും പോലീസ് പറയുന്നു. ഇതോടെ ഈ ആഴ്ചയിലെ ആഴ്ചവട്ടം പൂർണ്ണമാകുന്നു. പുതിയ വാർത്തകളുമായി അടുത്തയാഴ്ച നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.